ഒരു ടോപ്പിക് എന്ന് വെച്ചാൽ ഡിഫറൻഷ്യൽ മീഡിയയും പിന്നെ മീഡിയാസാണ്. ഡിഫറൻഷ്യൽ മീഡിയ, ഇൻഡിക്കേറ്റർ മീഡിയ, ട്രാൻസ്പോർട്ട് മീഡിയ. അപ്പോൾ ഡിഫറൻഷ്യൽ മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ ഓർഗാനിസിനെ അത് വേർതിരിച്ചെടുക്കാനുള്ള കളർ ചേഞ്ചിൻ്റെ ബേസിലോ അല്ലെങ്കിൽ കോളേജ് മോർഫോളജി ആയിട്ട് ഇത് വേർതിരിച്ചെടുക്കണം ഈ മൈക്രോ ഓർഗാനിസിനെ. അതിൻ്റെ ഗ്രോത്ത് ക്യാരക്ടേഴ്സിൻ്റെ ബേസിലാണ് ഇത് വേർതിരിച്ചെടുക്കുക. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ വെച്ചാൽ മാങ്കോങ്കി ആകാറ്, മാനിറ്റൂൾ സാൾട്ട് ആകാറ്, ബ്ലഡ് ആകാറ്. പിന്നെ ഇൻഡിക്കേറ്റർ മീഡിയയിൽ സ്പെസിഫിക് പാത്തജനും അല്ലാന്നുണ്ടെങ്കിൽ സ്പെസിഫിക് മെറ്റബോളിസം കണ്ടെത്താനാണ് ഇൻഡിക്കേറ്റർ മീഡിയ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ഇയോസിൻ, മെഥിലിൻ, ബ്ലൂ അഗാറ്, പിന്നെ ക്രോമോജനിക് മീഡിയ, pH ഇൻഡിക്കേറ്റർ മീഡിയ. പിന്നെ ട്രാൻസ്പോർട്ട് മീഡിയ മെയിനായിട്ട് നമുക്ക് ട്രാൻസ്പോർട്ട് മീഡിയ എന്ന് പറയുമ്പോൾ തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യാമോ, അതായത് ഈ കർഷകരിൽ നിന്ന് ലബോറട്ടറി കൊണ്ടുപോകുമ്പോൾ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വിയബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. മൈക്രോ ഓർഗാനിസിനെ ഇൻറ്റിഗ്രേറ്റ് ആൻഡ് വിയബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയയാണ് ട്രാൻസ്പോർട്ട് മീഡിയ. പിന്നെ മെക്കാനിസം വെച്ചാൽ ബഫർ, ന്യൂട്രിയൻസ്, ഏജൻസ് ഇതെല്ലാം കണ്ടാമിനേഷൻ പ്രിവെന്റ് ചെയ്യും. പിന്നെ അതിൻ്റെ എക്സാമ്പിൾ സ്റ്റുവർട്ട് ട്രാൻസ്പോർട്ട് മീഡിയ, ആമിസ് ട്രാൻസ്പോർട്ട് മീഡിയ, കാരിയർ പ്ലെയർ മീഡിയ.